Dear students, welcome to SS Physics classes. Kerala syllabusile 11th class വിദ്യാർത്ഥികൾക്ക് വേണ്ടി Oscillations എന്ന ചാപ്റ്ററിലെ previous year questions ആണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ. ഈ വർഷത്തെ ബോർഡ് പരീക്ഷയ്ക്ക് വേണ്ടി ഏറ്റവും പ്രധാനപ്പെട്ട സിമ്പിൾ പെൻഡുലം അതോടൊപ്പം ബേസിക് ടേംസ് ഓഫ് SHM ഇത് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുക. So we can go with the 2020 question. Show that the function sin omega t minus cos omega t represent simple harmonic motion. ബേസിക് ആയിട്ട് ഒരു SHM ആയിട്ട് പറയണമെങ്കിൽ നമുക്കറിയാം അതിന്റെ പ്രധാനപ്പെട്ട കണ്ടീഷൻസ് ഏതൊക്കെയാണ്. അത് നമുക്കറിയാം ദാറ്റ് സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറയണമെങ്കിൽ അതൊരു ടു ആൻഡ് ഫ്രോ മോഷൻ ആയിരിക്കണം, അല്ലെ, അല്ലെങ്കിൽ ഒരു വൈബ്രേഷൻ ആയിരിക്കണം. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. രണ്ടാമത്തത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ആക്സിലറേഷൻ എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു ഡിസ്പ്ലേസ്മെന്റ് ആയിരിക്കണം. വളരെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് ആണ്. അതോടൊപ്പം തന്നെ അതിൽ ആക്ട് ചെയ്യുന്ന റീസ്റ്റോറിംഗ് ഫോഴ്സ് ആൽവൈസ് പോയിന്റ് ടുവേർഡ്സ് ദി മീൻ പൊസിഷൻ. അതുകൊണ്ടാണ് നെഗറ്റീവ് സൈൻ അവിടെ വരുന്നത്. അപ്പൊ എങ്കിൽ മാത്രമേ അതിനെ SHM എന്നായിട്ട് പറയാൻ പറ്റൂ. അപ്പൊ നമുക്ക് ഒരു ഫങ്ഷൻ തന്നിട്ടുണ്ട്, അത് SHM ആകണമെങ്കിൽ we have to prove that A is equal to minus omega square into displacement. That is a very important ആയിട്ടുള്ള concept. അപ്പൊ ഇവിടെ തന്നിരിക്കുന്നത് say our function we can treat as y equal to what? Sin omega t minus cos omega t. അപ്പൊ ഇതിൽ നിന്ന് ആക്സിലറേഷൻ എന്നുള്ള കോൺസെപ്റ്റിലേക്ക് നമ്മൾ വരണം. എങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കുക? നമുക്കറിയാം അറ്റ് ഫസ്റ്റ് വെലോസിറ്റി കണ്ടുപിടിക്കാൻ അതിനെ ഒരു പ്രാവശ്യം നമ്മളൊന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യുക, dy/dt. അതേപോലെ ആക്സിലറേഷനിലേക്ക് വരാം, നമുക്ക് വെലോസിറ്റിയെ ഒരു പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്താൽ പോരെ. യെസ്. അതോടൊപ്പം തന്നെ ഡിഫറൻസിയേഷൻ നടത്തുമ്പോൾ നമ്മൾ ഒരു കാര്യം ഓർക്കണേ, ഇവിടെ മിക്കവാറും ഫങ്ഷൻസ് വരുമ്പോൾ d/dt ഓഫ് സൈൻ ഒമേഗ ടി അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എന്താണ്? സാധാരണ അതൊരു ഫങ്ഷൻ ഓഫ് ഫങ്ഷൻ ആണ്. കാരണം സൈനിന്റെ ഉള്ളില് ഒരു ഒമേഗ കൂടെ വരുന്നുണ്ട്, അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഡിഫറൻസിയേഷൻ വരുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒമേഗ ഇൻറ്റു കോസ് ഒമേഗ ടി ആയിരിക്കും. അത് മറക്കരുത്. അതോടൊപ്പം തന്നെ d/dt ഓഫ് അപ്പൊ കോസ് ഒമേഗ ടി നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്താലോ അവിടെ ഒരു മൈനസ് സൈൻ കൂടെ ആഡപ്പ് ചെയ്യും എന്നുള്ള കാര്യം ഓർക്കുക. കോസിന്റെ ഡിഫറൻഷ്യൽ വരുമ്പോൾ നമുക്ക് സൈൻ ഫംഗ്ഷൻ ആയിരിക്കും വരിക, സൈനിന്റെ ഡിഫറൻസിയേഷൻ വരുമ്പോൾ നമുക്ക് കോസ് ഫംഗ്ഷൻ ആയിരിക്കും കിട്ടുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ആദ്യം നമ്മൾ എന്താ സ്റ്റെപ്പ് ചെയ്യേണ്ടേ? യെസ്, ഇവനെ ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അപ്പൊ നമുക്ക് ഒരു പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് വെലോസിറ്റിയിലേക്ക് നമുക്ക് വന്നു dy/dt. അപ്പൊ സൈൻ ഒമേഗ ടി ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്തെന്ന് കിട്ടും? ഒമേഗ ഇൻറ്റു കോസ് ഒമേഗ ടി എന്നൊരു ഫംഗ്ഷൻ കിട്ടും. ഗുഡ്. ഇനി കോസ് ഒമേഗ ടി നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? മൈനസ് ഒമേഗ സൈൻ ഒമേഗ ടി. അപ്പൊ മൈനസ് മൈനസോടെ പ്ലസ് ആയി. ഗുഡ്. ഇനി നമുക്ക് വേണ്ടത് ആക്സിലറേഷൻ എന്നുള്ള ഫംഗ്ഷൻ ആണ്, അല്ലെ. അപ്പൊ ആക്സിലറേഷൻ കിട്ടാൻ എന്ത് ചെയ്യണം? നമ്മൾ വെലോസിറ്റിയെ ഒരു പ്രാവശ്യം കൂടെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് ഇവിടെ ഒരു ഒമേഗയുടെ ഉണ്ട്, കോസ് ഒമേഗ ടി ആണ്. അപ്പൊ നമുക്ക് കിട്ടുന്ന മൈനസ് ആണ്, അല്ലെ. സോ മൈനസ് ഉണ്ട്, ഒരു ഒമേഗ ഇവിടെ വരും. സോ ഒമേഗ ഇൻറ്റു ഒമേഗ സ്ക്വയർ. അത് ഏത് ഫംഗ്ഷൻ ആയിട്ട് മാറി? സൈൻ ഒമേഗ ടി ആയിട്ട് മാറി. ഇനി അടുത്ത നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ ഓൾറെഡി മൈനസ് മൈനസ് പ്ലസ് ആയി ഒരു ഒമേഗ ഉണ്ട്. ഇനി സൈനിനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ അത് കോസ് ആവും. അപ്പോൾ ഒരു ഒമേഗ കൂടെ വരും. സോ ഒമേഗ സ്ക്വയർ ഇൻറ്റു കോസ് ഒമേഗ ടി ആയിട്ട്. ഞാൻ ഈ രണ്ട് ടേമിൽ നിന്നും ഒരു മൈനസ് ഒമേഗ സ്ക്വയർ ഒന്ന് പുറത്തെടുത്ത് നോക്കിയേ, എന്തായിട്ട് മാറിയത്? സൈൻ ഒമേഗ ടി യെസ് മൈനസ് കോസ് ഒമേഗ ടി ആയി മാറി, അല്ലേ. ആ ഫംഗ്ഷൻ നമ്മൾ കണ്ടിട്ടുണ്ടോ?
അതല്ലേ നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത്. അതല്ലേ നമ്മൾ y ആയിട്ട് റെപ്രസെന്റ് ചെയ്ത് ഡിസ്പ്ലേസ്മെന്റ് ആയിട്ട്. അപ്പൊ ആക്സിലറേഷൻ എന്ന് പറയുന്നത് -ω² y ആയി മാറി എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ ഈസ് പ്രൊപ്പോർഷണൽ ടു ദ ഡിസ്പ്ലേസ്മെന്റ്. അതുകൊണ്ട് ഇവനെ നമുക്ക് എന്തെന്ന് പറയാം, ഇത് SHM ആണ് എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അപ്പം പലപ്പോഴും ഒരു ചോദ്യം വരുന്നത് ഇങ്ങനെയാണ്, ഈ പറയുന്ന എക്സാമ്പിളുകളെ SHM എന്നായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. നമുക്ക് എപ്പോഴും ഓർക്കുക അതൊരു ടു ആൻഡ് ഫ്രോ മോഷൻ ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ ഇറ്റ് മസ്റ്റ് ബി ഒരു പർട്ടിക്കുലർ പോയിന്റ് ബേസ് ചെയ്ത് ഇങ്ങനെയുള്ള ഒരു മോഷൻ നടക്കുന്ന ഒരു വൈബ്രേഷൻ തന്നെ ആയിരിക്കണം. അത് പീരിയോഡിക് ആയിരിക്കണം. പിന്നെ അതോടൊപ്പം ആക്സിലറേഷൻ എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റുമായിട്ട് പ്രൊപ്പോർഷണൽ ആയിരിക്കണം. അതോടൊപ്പം തന്നെ that restoring force must be acting towards the mean position always. അപ്പൊ നമ്മുടെ സിമ്പിൾ പെൻഡുലത്തിന്റെ കേസ് ഒക്കെ എപ്പോഴും നമ്മുടെ മനസ്സിൽ ഓർത്തിരിക്കുക. സോ നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ 2020 നമ്മൾ ചെയ്തു കഴിഞ്ഞു. അടുത്ത ക്വസ്റ്റ്യൻ, എ ബിഗ് ക്വസ്റ്റ്യൻ ബട്ട് വെരി വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. ഈ വരുന്ന നമ്മുടെ എക്സാമിന് ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എ സിമ്പിൾ പെൻഡുലം ഇൻ ഓസിലേറ്ററി മോഷൻ ഈസ് ഷോൺ ഇൻ ഫിഗർ. Mark the different forces acting on the bob. Derive an expression for the time period of the simple pendulum. അതാണ് നമ്മൾക്ക് ഡിറൈവ് ചെയ്യേണ്ട കേസസ്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. We can just consider a string of length L having a bob with a mass having mass m. Then it is tied to one end, a rigid base. Then just give an angular displacement theta to the bob. So നമ്മൾ എന്താ ചെയ്തേ? അപ്പോൾ so a bob, it is tied to a string. Then after that നമ്മൾ ആ സ്ട്രിങ്ങിനെ ഒരു റിജിഡ് ബൗണ്ടറിയിൽ അങ്ങോട്ട് കെട്ടിയിട്ടു അല്ലേ? എന്നിട്ട് ആ ബോബിന് നമ്മൾ തീറ്റ എന്ന് പറയുന്ന ഒരു ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ കൊടുത്തു. അപ്പൊ ഇപ്പൊ ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. ഇനി ഒന്ന് ചിന്തിച്ച് ഇതിൽ ഏതൊക്കെ ഫോഴ്സസ് ആണ് ആക്ട് ചെയ്യുക? നമുക്കറിയാം, സാധാരണ രൂപത്തിൽ സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് അതിൽ ആക്ട് ചെയ്യുന്ന ഗ്രാവിറ്റി കാരണമുള്ള വെയിറ്റ് ആണ് അല്ലെ? ഇനി എന്താ ഉള്ളത്? അങ്ങനെ നമ്മളൊരു ടിൽറ്റിംഗ് കൊടുക്കുമ്പോൾ നമ്മുടെ സ്ട്രിങ്ങിന് ഉണ്ടാകുന്ന, അറിയാം, ഒരു വെയിറ്റ് ഹാങ് ചെയ്താൽ ആ സ്ട്രിങ്ങിന് എന്താ ഉണ്ടാകുന്നത്? അവിടുത്തെ ടെൻഷൻ നമുക്കത് T ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പൊ ഇനി എപ്പോഴും നമ്മൾ ഇതിന് എന്തുകൊണ്ടാണ് ഒരു ടു ആൻഡ് ഫ്രോ മോഷൻ ആയിട്ട് മാറുന്നത്? അപ്പൊ നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആൻസറും ആയി കഴിഞ്ഞു കേട്ടോ. ഏതൊക്കെ ഫോഴ്സസ് ആക്ട് ചെയ്യുന്നത്? യെസ്, ഒന്ന് ദ വെയിറ്റ് ആക്ടിങ് ഓൺ ഇറ്റ്, ദാറ്റ് ഈസ് വെർട്ടിക്കലി ഡൗൺവേർഡ്. രണ്ട്, ദ ടെൻഷൻ ഓൺ ദ സ്ട്രിങ്. ഇങ്ങനെ രണ്ട് ഫോഴ്സസ് ആണ് അതിൽ ആക്ട് ചെയ്യുക. ഇനി നമുക്ക് ആ ഡെറിവേഷനിലേക്ക് നമുക്ക് പോവാം. ഇത്രയും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് അടുത്ത് നമ്മൾ ചെയ്യേണ്ടത്, വി ഹാവ് ടു റിസോൾവ് ദാറ്റ് വെയിറ്റ് ഇൻടു ടു കമ്പോണൻറ്റ്സ്. അപ്പൊ എന്താ പറഞ്ഞേ? വെയിറ്റിനെ നമുക്ക് രണ്ട് കമ്പോണന്റുകളായിട്ട് മുറിക്കണം. അപ്പൊ നമുക്ക് നോക്കിയേ, ഇതൊരു കമ്പോണന്റ് ആയിട്ട് നമുക്ക് എടുക്കാം. അനദർ വൺ, ഇതൊരു കമ്പോണന്റ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പൊ ഈ രണ്ട് കമ്പോണന്റുകൾ ചേരുമ്പോൾ നമുക്ക് വെയിറ്റ് കിട്ടണം. അപ്പൊ ഇവിടെ ഒരു സ്പെസിഫിക്കേഷൻ ഉണ്ട് അല്ലെ? ഇത് തീറ്റ അല്ലേ? അപ്പൊ നമുക്ക് ഈ ആംഗിളിനെ നമുക്ക് എങ്ങനെയായിട്ട് നമുക്ക് എടുക്കാം? ദിസ് ഈസ് തീറ്റ ആയിട്ട് വരും. അപ്പൊ ഈ കമ്പോണന്റ് നമുക്ക് എങ്ങനെ പറയാം? mg cos തീറ്റ ആവും അല്ലെ? ഇതെന്തായിട്ട് നമുക്ക് മാറും? mg sin തീറ്റ ആയിട്ട് മാറും. അപ്പോഴേ നമ്മൾ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്, അവനെ കൊണ്ടത് അവിടെ വെച്ചിരിക്കുകയാണ്. അപ്പോ ഈ mg sin തീറ്റ അവനെ എന്ത് ചെയ്യും? പുറകോട്ട് വലിക്കുകയാണ്. നമ്മുടെ യഥാർത്ഥത്തിലുള്ള മീൻ പൊസിഷനിലേക്ക് അവനെ വലിക്കുകയാണ്. അതുകൊണ്ട് തന്നെ mg sin theta will act as the restoring force and that will provide the torque on the body. എപ്പോഴും ഓർക്കണേ, ഈ നമ്മൾ ഈ ടോർക്ക് എന്ന് പറയുന്നത് റൊട്ടേഷണൽ മോഷനുമായിട്ട് ബന്ധപ്പെട്ടല്ലേ നമ്മൾ പറയുക, ഫോഴ്സിന് പകരമുള്ള ടേം. അപ്പൊ ആ ടോർക്ക് എന്ന് പറയുന്നത് എപ്പോഴും കണ്ടുപിടിക്കേണ്ട റിലേഷൻ എന്ന് പറയുന്നത് the linear force there into perpendicular separation എന്നാണ്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, സെപ്പറേഷൻ അല്ലെങ്കിൽ ദാറ്റ് ഡിസ്റ്റൻസ് ഇൻടു പെർപെൻഡിക്കുലർ കമ്പോണന്റ് ഓഫ് ഫോഴ്സ്, അങ്ങനെ നമുക്ക് വേണമെങ്കിൽ പറയാം. യെസ്, അപ്പൊ ഇവിടെ നമുക്കൊരു പെർപെൻഡിക്കുലർ കമ്പോണന്റ് ഉണ്ട് അല്ലേ? അതല്ലേ mg sin theta എന്ന് പറയുന്നത്. ഗുഡ്, ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടന്റ്.
അപ്പൊ നമുക്ക് ആദ്യം ഇതിൽ ആക്ട് ചെയ്യുന്ന റീസ്റ്റോറിംഗ് ടോർക്ക് എന്ന് പറഞ്ഞാല് നമ്മുടെ മീൻ പൊസിഷനിലേക്ക് അവനെ കൊണ്ടുവരുന്ന റീസ്റ്റോറിംഗ് ടോർക്ക് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? അപ്പൊ ആ റീസ്റ്റോറിംഗ് ടോർക്കിന് നമുക്ക് ടോ എന്ന് നമുക്ക് കൊടുക്കാം അല്ലെ? യെസ്, ഓർക്കണേ, റീസ്റ്റോറിംഗ് വരുമ്പോ എപ്പോഴും അവന്റെ മൂവ്മെന്റിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് വരുന്നത്. അതുകൊണ്ട് നമുക്ക് അതിനൊരു മൈനസ് സൈൻ കൊടുക്കാം. ഇൻറ്റു അവിടെ എപ്പോഴും ഓർക്കണേ, അവിടുത്തെ സെപ്പറേഷൻ എന്ന് പറയുന്നത് നമ്മുടെ വിത്ത് റെസ്പെക്ട് ടു ദിസ് പോയിന്റ് ആണ് കൺസിഡർ ചെയ്യേണ്ടേ. അപ്പൊ അവന്റെ ലെങ്ത് സെപ്പറേഷൻ വിത്ത് റെസ്പെക്ട് ടു ദിസ് പോയിന്റ്, വാട്ട് ഈസ് ദാറ്റ്? എൽ 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 ഇൻറ്റു യെസ്, അവിടുത്തെ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് എന്താണോ? പെർപെൻഡിക്കുലർ കമ്പോണന്റ് ആയിട്ട് വരുന്നത് എം ജി സൈൻ തീറ്റ. അപ്പൊ എങ്ങനെയാ ടോർക്ക് നമ്മൾ കണ്ടുപിടിക്കാൻ പറഞ്ഞേ? കാര്യം ഓർക്കുക, ഒന്നുകിൽ ലീനിയർ ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ സെപ്പറേഷൻ, അല്ലെങ്കിൽ സെപ്പറേഷൻ ഇൻറ്റു പെർപെൻഡിക്കുലർ ഫോഴ്സ്. ഇതിലേതെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. അപ്പൊ ഇവിടെ നമ്മൾ ഉപയോഗിച്ചു ദാറ്റ് പെർപെൻഡിക്കുലർ ഫോഴ്സ് ഈസ് ദെയർ mg sin theta into I സെപ്പറേഷൻ ഫ്രം ദാറ്റ് ഈ പറയുന്ന നമ്മൾ ഒരു ടൈ ചെയ്തിരിക്കുന്ന പോയിന്റ്. അവിടെ എപ്പോഴും ഓർക്കുക, ആ പോയിന്റും നമ്മുടെ ബോബും തമ്മിലുള്ള അകലമാണ് L ആയിട്ട്, നമ്മുടെ ലെങ്ത് ഓഫ് ദ പെൻഡുലം ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാം. അപ്പൊ നമ്മൾ റീസ്റ്റോറിംഗ് ടോർക്കിന്റെ കോൺസെപ്റ്റ് നമുക്ക് കിട്ടി അല്ലെ? ദാറ്റ് ഈസ് ഈക്വൽ ടു -L mg sin theta. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു കാര്യം, ഈ ടോർക്ക് ഉണ്ടല്ലോ, നമുക്കറിയാം ലീനിയർ ഫോഴ്സ് എന്ന് പറയുന്നത് എം ഇൻറ്റു ആക്സിലറേഷൻ ആയിട്ടല്ലേ നമ്മൾ പറയാ. അപ്പോൾ അത് റൊട്ടേഷണൽ മോഷനിലേക്ക് വരുമ്പോൾ നമ്മൾ ഏത് ടേമാണ് ഉപയോഗിക്കേണ്ടത്? എപ്പോഴും ഓർക്കണം കേട്ടോ, ഫോഴ്സിന് പകരം ടോർക്കാണ്, മാസിന് പകരം മൊമെന്റ് ഓഫ് ഇനർഷ്യ. അത് ഓർക്കണേ. ഐ എന്ന് പറയുന്നത് മൊമെന്റ് ഓഫ് ഇനർഷ്യ, ദാറ്റ് മച്ച് ഇൻറ്റു ദാറ്റ് ആക്സിലറേഷൻ, ആക്സിലറേഷന് പകരം ആംഗുലാർ ആക്സിലറേഷൻ ആൽഫ. അതാണ് അവിടെ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ടോർക്ക് എന്ന് പറയുന്നത് ഐ ആൽഫ എന്ന് നമുക്ക് പറയാം. അപ്പോ ഇവിടെ ആക്ട് ചെയ്യുന്ന റീസ്റ്റോറിംഗ് ടോർക്കിനെ നമുക്ക് ആ ബോബിന് കൊടുക്കുന്ന ആംഗുലാർ ആക്സിലറേഷന്റെ പകരമായിട്ട് എഴുതിയാൽ നമുക്ക് എങ്ങനെ എഴുതാം? ഐ ആൽഫ എന്ന് എഴുതാം. സോ ഇവിടത്തെ ആ റീസ്റ്റോറിംഗ് ടോർക്ക് എന്ന് പറയുന്നത് ഐ ആൽഫ എന്തിന് ഈക്വൽ ആയിട്ട് നമുക്ക് പറയാം? -L mg ഇൻറ്റു സൈൻ തീറ്റ ആയിട്ട് നമുക്ക് പറയാം. പക്ഷെ ഒരു കാര്യം നമ്മൾ എപ്പോഴും ഓർക്കണേ, എപ്പോഴും ആക്സിലറേഷൻ ഡിസ്പ്ലേസ്മെന്റിന് പ്രൊപ്പോർഷണൽ ആണെങ്കിൽ മാത്രമേ അവൻ SHM ആയിട്ട് മാറൂ. അതുകൊണ്ട് ഒരു ചെറിയ കണ്ടീഷൻ നമ്മൾ കൊടുക്കുകയാണ്. സ്മോൾ ആംപ്ലിറ്റ്യൂഡിലാണ് ഇവൻ വൈബ്രേറ്റ് ചെയ്യുന്നതെന്ന് ഒരു കണ്ടീഷൻ എന്ന് പറയുമ്പോൾ, ചെറിയ ആംഗിളുകൾ സബ്ടെൻഡ് ചെയ്യുമ്പോൾ സൈൻ തീറ്റ ആർക്ക് ഇക്വലന്റ് ആയിട്ട് മാറും? നമ്മൾ കൊടുത്ത ഡിസ്പ്ലേസ്മെന്റ് തീറ്റയ്ക്ക്. ഇനി അതോടൊപ്പം ഓർക്കണേ, നമ്മുടെ ആംഗുലാർ വെലോസിറ്റി എന്ന് പറയുന്നത് ഡി തീറ്റ ബൈ ഡി ടി ആയിട്ട് നമ്മൾ പറയുന്ന അതേ പോയിന്റിൽ തന്നെ ആംഗുലാർ ആക്സിലറേഷൻ വരുമ്പോൾ എന്ത് പറയും? ഡി സ്ക്വയർ അല്ലെങ്കിൽ ഡി ഒമേഗ ബൈ ഡി ടി ആയിട്ട് നമുക്ക് പറയാം. ആ ഒമേഗ കൂടെ നമ്മൾ അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഡി ബൈ ഡി ടി ഓഫ് ഒമേഗ, ഒമേഗ ഇസ് വാട്ട്? ഡി തീറ്റ ബൈ ഡി ടി. അങ്ങനെ വരുമ്പോൾ നമുക്ക് ആൽഫയ്ക്ക് പകരമായിട്ട് എന്തെഴുതാം? ഡി സ്ക്വയർ തീറ്റ ബൈ ഡി ടി സ്ക്വയർ. അപ്പൊ ഈ ഫണ്ടമെന്റൽ ഒക്കെ നമ്മൾ വ്യക്തതയോടെ അറിഞ്ഞിരിക്കണമേ, എങ്കിലേ ചെയ്യാൻ പറ്റൂ. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഐ ഇൻറ്റു ഡി സ്ക്വയർ തീറ്റ ബൈ ഡി ടി സ്ക്വയർ ഈസ് ഈക്വൽ ടു -L mg ഇൻറ്റു സൈൻ തീറ്റ നമ്മൾ എന്തിന് ഇക്വേറ്റ് ആയിട്ട് എഴുതി? തീറ്റ ആയിട്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആക്സിലറേഷൻ, ആംഗുലാർ ആക്സിലറേഷൻ ഡി സ്ക്വയർ തീറ്റ ബൈ ഡി ടി സ്ക്വയർ എന്ന് പറയുന്നത് -L mg ഡിവിഷൻ ബൈ ഐ എന്നുള്ള രൂപത്തിലേക്ക് നമ്മൾ എത്തി. അപ്പോഴാണ് നമ്മുടെ ജനറൽ റിലേഷനുമായിട്ട് ഒന്ന് കമ്പയർ ചെയ്തത്. എങ്ങനെ നമുക്ക് കമ്പയർ ചെയ്യാം? ഡി സ്ക്വയർ തീറ്റ ബൈ ഡി ടി സ്ക്വയർ എന്ന് പറയുന്നത് -ഒമേഗ സ്ക്വയർ തീറ്റ ആയിട്ട് നമുക്ക് പറയാം. അപ്പൊ ഇവിടെ തന്നെ ഒരു കോൺസെപ്റ്റ് നമുക്ക് ഉറപ്പിച്ചു. എന്താണ്? നമ്മളൊരു SHM ആയിട്ട് പറയണമെങ്കിൽ ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ് ഡി സ്ക്വയർ തീറ്റ ബൈ ഡി ടി സ്ക്വയർ എന്തിന് പ്രൊപ്പോർഷണൽ ആയിരിക്കണം? തീറ്റയ്ക്ക് പ്രൊപ്പോർഷണൽ ആയിരിക്കണം. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കോൺസെപ്റ്റ്. അങ്ങനെ വരുമ്പോൾ
ഇവിടുത്തെ ആ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണ് അല്ലെ? യെസ്, അത് മീൻ പൊസിഷനിലേക്കില്ലേ ബിക്കോസ് ഓഫ് മൈനസ് തീറ്റ. അപ്പോ അവിടുത്തെ ടൈം പീരീഡ് എങ്ങനെ റിലേറ്റ് ചെയ്യാം? അവിടെയാണ് നമ്മുടെ ഒമേഗ സ്ക്വയറിന്റെ വാല്യൂ വന്നത് അല്ലെ? ഒമേഗ സ്ക്വയർ എങ്ങനെ എഴുതാം? എൽ എം ജി ഡിവിഷൻ ബൈ ഐ. ഈ ഒമേഗ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണോ അവന്റെ ഒരു കാര്യം ചെയ്യാം, അതിന്റെ റൂട്ട് അങ്ങ് എടുത്തേക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു എൽ എം ജി ബൈ ഐ എന്ന് എടുത്തൂടെ? അതിൽ ഒരു ചെറിയ സബ്സ്റ്റിറ്റ്യൂഷൻ കൂടെ നമുക്ക് നടത്താം. ഈ ഐ എന്ന് പറഞ്ഞാൽ എന്താ? മൊമെന്റ് ഓഫ് ഇനർഷ്യ. ആരുടെ? ഈ എം മാസിന്റെ. അവൻ ഒരു എൽ എന്ന് പറയുന്ന ഒരു പോയിന്റ് മാസ് എം, എൽ സെപ്പറേഷൻ ആയിട്ട് എടുത്താൽ അവന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എം എൽ സ്ക്വയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ അതുകൂടെ അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എൽ എം ജി ബൈ എം ഇൻറ്റു എൽ സ്ക്വയർ. അപ്പൊ ഒരെല്ല് ക്യാൻസൽ ആയി, എം എം ക്യാൻസൽ. അറിയാലോ ഒമേഗ എന്ന് പറയുന്നത് 2π/t അല്ലേ? സോ ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ജി ബൈ എൽ. അങ്ങനെയാണെങ്കിൽ ടൈം പീരീഡിന്റെ റിലേഷൻ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? 2π ഇൻറ്റു റൂട്ട് ഓഫ് എൽ ബൈ ജി. അപ്പൊ ടൈം പീരീഡ് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. ലെങ്ത് ആൻഡ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ആൻഡ് കീപ് ഇൻ മൈൻഡ് ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദ മാസ് ഓഫ് ദ ബോബ്. അതോടൊപ്പം ഇതിന്റെ ഫ്രീക്വൻസി എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? അതിന്റെ റെസിപ്രോക്കൽ എടുത്താൽ പോരെ? അപ്പൊ 1/2π ഇൻറ്റു റൂട്ട് ജി ബൈ എൽ. ഇത് വളരെ പ്രധാനപ്പെട്ട റിലേഷൻ ആണ്. നിങ്ങളത് വ്യക്തതയോടെ 1-2 പ്രാവശ്യം എഴുതി പഠിക്കുക. ഉറപ്പിച്ചു ബോർഡ് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഓർക്കുക. എന്തൊക്കെ ചെയ്തേ? നമ്മൾ ഒരു ബോബ് ഓഫ് മാസ് എം വിത്ത് എ സ്ട്രിംഗ് എൽ ലെങ്ത് is tied to a rigid boundary. അവനൊരു തീറ്റ ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് കൊടുത്തു. അതിലുള്ള ഫോഴ്സസ് വെയിറ്റും ടെൻഷനുമാണ്. വെയിറ്റിനെ നമ്മൾ 2 കമ്പണന്റുകളായിട്ട് മുറിച്ചു. സോ അതിൽ എം ജി സൈൻ തീറ്റ വിൽ ഗീവ് ദ അവനെ റീസ്റ്റോർ ചെയ്യാണ് അതിന്റെ ഒറിജിനൽ മീൻ പൊസിഷനിലേക്ക്. അപ്പോൾ ദ റീസ്റ്റോറിംഗ് ടോർക്ക് ഡെവലപ്പ് ചെയ്യുന്നത് നമ്മൾ കണ്ടുപിടിച്ചു. സോ എം ജി സൈൻ തീറ്റ ഇൻറ്റു എൽ വിത്ത് നെഗറ്റീവ് സൈൻ ഇറ്റ് ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു ആൽഫ. സോ അവനാണ് അവിടുത്തെ ടോർക്ക് ആയിട്ട് നമ്മൾ പറഞ്ഞു. അങ്ങനെ നമ്മൾ ജനറൽ റിലേഷനിലേക്ക് നമ്മൾ എത്തി. ദ ടൈം പീരിയഡ് ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തു. Is it good? Very good. So dear students, I am Samson SS. കഴിഞ്ഞ 20 വർഷമായിട്ട് 11ാം ക്ലാസ്സിലെയും 12ാം ക്ലാസ്സിലെയും വിദ്യാർത്ഥികൾക്ക് അവരുടെ ബോർഡ് പരീക്ഷയും അതോടൊപ്പം എൻട്രൻസിനും വേണ്ട സപ്പോർട്ട് കൊടുക്കുന്ന ഒരു അധ്യാപകനാണ്. സോ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന വിദ്യാർത്ഥികൾ പ്ലീസ് സബ്സ്ക്രൈബ് ഇറ്റ്. അതോടൊപ്പം നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുവാൻ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഓക്കെ, വളരെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റുകളാണ്. വീണ്ടും ഫസ്റ്റ് നമ്മൾ ഓൾറെഡി ചെയ്ത അല്ലെ? പ്രൂവ് ദാറ്റ് the oscillations of a simple pendulum are simple harmonic and hence derive an expression for the time period of a simple pendulum. അപ്പോൾ നമ്മൾ എത്തിയ ഇക്വേഷൻ നമ്മൾ ഓർക്കണം. ദാറ്റ് d സ്ക്വയർ തീറ്റ ബൈ dt സ്ക്വയർ എന്ന് പറയുന്നത് മൈനസ് ഒമേഗ സ്ക്വയർ തീറ്റ ആയിട്ട് എത്തിയപ്പോൾ യെസ് SHM എന്ന് പ്രൂവ് ചെയ്തു. എന്നിട്ട് നമ്മൾ ഡിറൈവ് ചെയ്തു t is equal to 2π into root of that L by G. Good, very good. അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയേ. What is the length of a simple pendulum which takes seconds? So that is the question. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ടൈം പീരീഡ് 2 സെക്കൻഡ്സ് ആയിട്ടുള്ള ഒരു പെൻഡുലത്തിന്റെ ലെങ്ത് എന്തെന്നാണ് ചോദ്യം. ടെക്സ് സെക്കൻഡ്സ്. യെസ്. അപ്പോ ഒരു ഫുൾ സൈക്കിളിനാകുമ്പോൾ അവന്റെ ടൈം പീരീഡ് 2 സെക്കൻഡ്സ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അവന്റെ ലെങ്ത് ആണ്. ഇനി നമുക്ക് ഈസിയാ അല്ലേ? ടൈം പീരീഡിന്റെ റിലേഷൻ നമുക്ക് കിട്ടിയില്ലേ? എന്താണോ? 2π into root of L by G അല്ലെ? യെസ്. ഒന്ന് സ്ക്വയർ ചെയ്തേ. അപ്പൊ നമുക്ക് എന്ത് ഇക്വേഷൻ ആയി? t സ്ക്വയർ is equal to 4π സ്ക്വയർ into L by G അല്ലെ? അങ്ങനെയാണെങ്കിൽ സിമ്പിൾ ആയിട്ട് നമുക്ക് എല്ലിന് ഇക്വേഷൻ ആക്കി കൊണ്ടുവരാം. ദാറ്റ് is equal to t സ്ക്വയർ into G division by 4π സ്ക്വയർ. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. t എന്ന് പറയുമ്പോൾ എത്രയാ? 2 അല്ലേ? 2 സ്ക്വയർ 4 into 9.81 ഡിവിഷൻ ബൈ 4 into π സ്ക്വയർ അല്ലെ? π സ്ക്വയർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം 3.14 സ്ക്വയർ ആണ് അല്ലെ? സോ റഫ്ലി യു ഗെറ്റ് ദ വാല്യൂ ആസ് 0.995. ദാറ്റ് മീൻസ് മീറ്റർ. റഫ്ലി വി ക്യാൻ സേ 1 മീറ്റർ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഇതാണ് സെക്കൻഡ് പെൻഡുലം. അതിന്റെ
ടൈം പീരീഡ് ആയിട്ട് നമുക്ക് ദാറ്റ് ഈസ് വളരെ ഈസിയോടെ നമുക്ക് ആൻസറിലേക്ക് എത്തി അല്ലേ. യെസ്, നമ്പർ 4 സിമ്പിൾ ആയ ക്വസ്റ്റ്യൻ ആണ്. Which one of the following relationships between the acceleration A and the displacement x of a particle involve simple harmonic motion? അപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ മറന്നു പോകരുത്. ആക്സിലറേഷൻ എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റിന് പ്രൊപ്പോർഷണൽ ആയിരിക്കണം അല്ലെ. അപ്പോൾ ഈ ടേമുകളൊക്കെ ക്യാൻസൽ ആയിരിക്കും. പിന്നെ ഇറ്റ് മസ്റ്റ് ബി ഡയറക്റ്റഡ് ടുവേഴ്സ് ദ മീൻ പൊസിഷൻ. റീസ്റ്റോറിംഗ് ഫോഴ്സ് എപ്പോഴും അവന്റെ ഡിസ്പ്ലേസ്മെന്റിന് ഓപ്പോസിറ്റ് കോൺസെപ്റ്റിലായിരിക്കണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ബെസ്റ്റ് ആൻസർ ആയിട്ട് ഏതെടുക്കാം? സി ആണ്. അപ്പൊ അത് എപ്പോഴും ഓർക്കണേ. ആക്സിലറേഷൻ എക്സിന് ഡിസ്പ്ലേസ്മെന്റിന് പ്രൊപ്പോർഷണൽ ആവുകയും അത് മീൻ പൊസിഷനിലേക്ക് ഡയറക്റ്റഡ് ആവുകയും ചെയ്യണം. ആക്സിലറേഷനും ഡിസ്പ്ലേസ്മെന്റും തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് എന്ന് പറയുന്നത് പൈ ആണെങ്കിൽ മാത്രമേ നമുക്കതിനെ SHM ആയിട്ട് കണക്കാക്കാൻ പറ്റൂ. So the fourth 2018 improvement examine ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഈസി ആയി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 5. വീണ്ടും the simplest example of simple harmonic motion is the oscillations of a simple pendulum. Derive the expression for the period of oscillation of a pendulum. We done it. Good done. Then next one. Okay, in a simple pendulum made of a metallic wire, what will happen to the period when temperature increases? Give reason. അപ്പൊ നമുക്ക് ആദ്യം നമുക്കറിയാം ടെമ്പറേച്ചർ നമ്മുടെ ടൈം പീരീഡ് എന്ന് പറയുന്നത് 2π × √L/g. ഇതല്ലേ അവിടുത്തെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. യെസ്, അപ്പൊ ഇവിടെ പറയുന്നത് നമ്മൾ സാധാരണ രൂപത്തിൽ ഓർത്തിരിക്കണമേ, ഒരു സിമ്പിൾ പെൻഡുലം നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ആ ബോബിന്റെ മിഡിൽ തുടങ്ങി ആ നമ്മുടെ പോയിന്റ് ഓഫ് സസ്പെൻഷൻ വരെയുള്ളതാണ് ലെങ്ത് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാം. അപ്പൊ നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് വാട്ട് ഹാപ്പൻ ടു ദ ലെങ്ത് വെൻ ടെമ്പറേച്ചർ ഇൻക്രീസസ്. അപ്പൊ അവിടെയാണ് നമ്മുടെ ഏത് കോൺസെപ്റ്റ് വരേണ്ടത്? ലീനിയർ എക്സ്പാൻഷൻ. വളരെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് ആണ്. അവിടെ നമുക്ക് പറയാം the change in length depends upon the original length into the change in temperature theta. That is very important. That means that length after that temperature increment become L into 1 plus alpha delta theta. വളരെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ്. അപ്പൊ നമുക്ക് ഇവിടുത്തെ ടൈം പീരീഡ് ആഫ്റ്റർ ടെമ്പറേച്ചർ ഇൻക്രിമെന്റ് നമുക്ക് എങ്ങനെ പറയാം? the 2π into root of L into 1 plus, അപ്പൊ അവിടുത്തെ L dash ആയി. അപ്പൊ L dash എന്ന് പറയുന്നത് 1 plus alpha delta theta division by G ആയിട്ട് നമുക്ക് എടുക്കാം അല്ലെ. യെസ്, അപ്പൊ നമുക്ക് ഇക്വേഷൻ എന്ന് പറയുന്നത് T into root of 1 plus alpha delta theta. അപ്പൊ ഇത് ബേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? when temperature increases, exactly the time period എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. So what is the reason behind it? Because of the temperature increment, the length of the metallic wire increases and hence the time period increases. So that is the very important concept ആണ്. മറക്കരുത്. Number 6. Again, വീണ്ടും നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കോൺസെപ്റ്റ് ആവർത്തിച്ചിരിക്കുകയാണ്. Which one of the following relationship between the acceleration and the displacement of a particle involve simple harmonic motion? അപ്പൊ സിമ്പിൾ ഹാർമോണിക് മോഷൻ ആയിട്ട് വരുമ്പോൾ നമുക്കറിയാം വീണ്ടും ആക്സിലറേഷൻ ഡിസ്പ്ലേസ്മെന്റിന് പ്രൊപ്പോർഷണൽ ആകണം. യെസ്, ഇറ്റ് മസ്റ്റ് ബി ഡയറക്റ്റഡ് ടുവേഴ്സ് ദ മീൻ പൊസിഷൻ. സോ എക്സാക്ട്ലി നമുക്ക് A equal to -10x എന്ന് നമുക്ക് എടുക്കാം. അപ്പോൾ ആക്സിലറേഷൻ ഡിസ്പ്ലേസ്മെന്റിന് പ്രൊപ്പോർഷണൽ ആണ്, അതോടൊപ്പം നെഗറ്റീവ് സൈനുണ്ട്. സോ ദാറ്റ് ഈസ് എ ഗുഡ് കോൺസെപ്റ്റ്. സോ നമുക്ക് തേർഡ് ഓപ്ഷൻ അവിടെ ആൻസർ ആയിട്ട് നമുക്ക് പറയാം. നോക്കൂ, the next question. Among the following, which are the examples of simple harmonic motion? നമ്മൾ രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരണേ. ഒന്ന് പീരിയോഡിക് മോഷൻ, another one that SHM ഉള്ള കോൺസെപ്റ്റ്. അപ്പൊ പീരിയോഡിക് എന്ന് പറയുമ്പോൾ റെഗുലർ ഇന്റർവൽ ഓഫ് ടൈമിൽ അത് ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കണം അല്ലേ. യെസ്, മറ്റേ SHM എന്ന് പറയുമ്പോൾ നമുക്കറിയണം ഒരു പോയിന്റ് ബേസ് ചെയ്തിട്ടായിരിക്കണം, ടു ആൻഡ് ഫ്രോ മോഷൻ ആയിരിക്കണം, ആക്സിലറേഷൻ പ്രൊപ്പോർഷണൽ ടു ഡിസ്പ്ലേസ്മെന്റ് ആയിരിക്കണം,
and that force always pointed towards the mean position. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കിയേ, the first one, the rotation of earth about its axis. നമുക്കറിയാം ടൈം പീരീഡ് 24 hours ആണ് അല്ലെ, പക്ഷെ അതൊരു റൊട്ടേഷണൽ കോൺസെപ്റ്റ് ആണ്, അതുകൊണ്ട് പീരിയോഡിക് എന്ന് പറയാം, ബട്ട് നോട്ട് SH. അടുത്ത വെർട്ടിക്കൽ ഓസിലേഷൻ ഓഫ് എ ലോഡഡ് സ്പ്രിംഗ്. യെസ്, അപ്പൊ നമുക്ക് ഒരു കാര്യം ചെയ്യാം. നമുക്കൊരു സ്പ്രിങ്ങിലെ എൻഡിലെ നമുക്കൊരു ഒരു മാസ് ബ്ലോക്ക് അങ്ങോട്ട് കൊടുക്കാം. അപ്പൊ അവന് ഇത് ഇവന്റെ ഇക്വിലിബ്രിയം പൊസിഷൻ ആയിട്ട്, എന്നിട്ട് നമ്മൾ അതിനെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തേ. യെസ്, ഒരു ഡിസ്പ്ലേസ്മെന്റ് കൊടുത്തേ, എന്നിട്ട് അവനെ വൈബ്രേറ്റ് ചെയ്യാൻ അനുവദിച്ചേ. ഇറ്റ് ഈസ് അണ്ടർ SHM ആയിട്ട് മാറിക്കഴിഞ്ഞു. സോ അത് നമുക്കൊരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. അടുത്ത ഓസിലേഷൻ ഓഫ് എ സിമ്പിൾ പെൻഡുലം. ഓൾറെഡി വി നോ യൂണിഫോം സർക്കുലർ മോഷൻ. അപ്പൊ യൂണിഫോം സർക്കുലർ മോഷൻ എന്ന് പറയുമ്പോഴും അവൻ ഒരു കാരണവശാലും ടു ആൻഡ് ഫ്രോ അല്ല, ബട്ട് വി ക്യാൻ സേ ഇറ്റ് ഈസ് പീരിയോഡിക്. അപ്പൊ നമുക്ക് ഇവിടുത്തെ ആൻസർ ഏതൊക്കെ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും? യെസ്, സെക്കൻഡ് ആൻഡ് തേർഡ് കേസസ് ആൻസർ ആയിട്ട് പറയാം. Then what about the B question? The displacement in simple harmonic motion can be represented as xt is equal to a cos omega t plus phi, where phi is the phase constant. Good. Initial phase എന്നൊക്കെ നമുക്ക് പറയാം. Identify the term a omega. സോ അതിൽ ആദ്യത്തെ കോൺസെപ്റ്റ് എ എന്ന് പറയുന്നത് എന്താണാവോ? ആംപ്ലിറ്റ്യൂഡ്. ആംപ്ലിറ്റ്യൂഡ് എന്താണ് ആംപ്ലിറ്റ്യൂഡ് എന്ന് നമ്മൾ പറയുന്നത്? യെസ്, ഇറ്റ് ഈസ് ദ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് സഫേർഡ് ബൈ ദ പാർട്ടിക്കിൾ. ഡിസ്പ്ലേസ്മെന്റ് സഫേർഡ് ബൈ ദ പാർട്ടിക്കിൾ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്, അപ്പൊ ഈ ഒരു പോയിന്റ് ബേസ് ചെയ്തിട്ടാണ് ഒരു SHM നടക്കുന്നത് എന്ന് വിചാരിച്ചാല് വി ക്യാൻ സേ ദിസ് പോയിന്റ് ആസ് ദ ഒറിജിൻ. അപ്പൊ അവിടെ നിന്ന് വരുന്ന മാക്സിമം ഡിസ്പ്ലേസ്മെന്റ്, ഇതിനെയാണ് എ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. ഇനി അടുത്ത പോയിന്റ് എന്താണ്? ഒമേഗ. എന്താണാവോ ഒമേഗ എന്ന് പറയുന്നത്? ആക്ച്വലി ഇറ്റ് ഈസ് കോൾഡ് ആംഗുലാർ ഫ്രീക്വൻസി, ആംഗുലാർ സ്പീഡ് എന്നൊക്കെ നമുക്ക് വിളിക്കാം അല്ലെ. ഒമേഗ എന്ന് പറയുമ്പോൾ സാധാരണ ഇക്വേഷൻ എന്ന് പറയുന്നത് 2πf എന്ന് വിളിക്കാം, അല്ലെങ്കിൽ 2π/t എന്നൊക്കെ പറയും. പക്ഷെ ആക്ച്വലി ഒമേഗ എന്താണ്? ഒമേഗയുടെ കോൺസെപ്റ്റ് വരുന്നത് തന്നെ ചേഞ്ച് ഇൻ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം എന്നാണ്. dθ/dt എന്ന് പറഞ്ഞാൽ ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ്. ഇതാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് ആയിട്ട് നിങ്ങളുടെ മനസ്സിൽ വരേണ്ടത്. So we defined it, A and omega. So keep in mind, A is what? Amplitude. It is the maximum displacement in the SHM. നമുക്ക് ഇവിടുത്തെ ഈ കേസ് ആണ് എടുക്കുകയാണെങ്കിൽ ഇതിനെ നമുക്ക് ആംപ്ലിറ്റ്യൂഡ് എന്ന് നമുക്ക് പറയാൻ പറ്റും. And omega is what? Angular frequency. What is that? It is the rate of change of angular displacement. So that is a very important one. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇതിനെ ഈ ഒരു രൂപത്തിലേക്ക് ഇക്വേഷനിലേക്ക് വന്നത്. കാരണം ഒമേഗ എന്ന് പറയുന്നത് ആംഗിൾ സബ്റ്റൻഡഡ് ബൈ ടൈം ആണ് അല്ലെ. അപ്പൊ ഒരു പ്രാവശ്യം കറങ്ങുന്ന കോൺസെപ്റ്റ് ഒക്കെ അവിടെ വരുന്നുണ്ട് കേട്ടോ. ഒരു പ്രാവശ്യം നമുക്ക് എടുക്കുന്ന മൂവ്മെന്റ് കൂടെ ബേസ് ചെയ്തിട്ട്, അതാണ് അവനെ ആ ഒരു തരത്തിൽ പറയുന്നതിന് റീസൺ. ഓക്കെ, നമ്പർ 8. ഓക്കെ, എ പാർട്ടിക്കിൾ, യെസ്, എക്സിക്യൂട്ടിംഗ് SHM ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്, വളരെ ശ്രദ്ധിച്ച് പറയേണ്ട കാര്യമാണ് കേട്ടോ, acceleration of constant magnitude and direction, acceleration of changing magnitude and direction, acceleration of changing magnitude but constant direction, acceleration of constant magnitude but change in direction. അപ്പൊ നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് എന്ന് പറയുന്നത് A - A omega square y എന്നാണ് അല്ലെ. യെസ്, അവിടെയും നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് ആക്സിലറേഷൻ ഡിസ്പ്ലേസ്മെന്റുമായിട്ട് അങ്ങനെ പ്രൊപ്പോർഷണൽ ആയിട്ട് വരുമ്പോൾ മാക്സിമം ആക്സിലറേഷൻ, അപ്പൊ y ഇത് ബേസ് ചെയ്തെടുക്കുമ്പോൾ അവിടെ ആ മീൻ പൊസിഷൻ വരുമ്പോൾ y അവിടെ 0 അല്ലേ. അങ്ങനെ വരുമ്പോൾ ആക്സിലറേഷൻ അവിടെ എന്തായിട്ട് മാറി? 0 ആയി. ഇനി ഇവിടത്തെ കേസ് ഒന്ന് എടുത്തു നോക്കിയേ, വാട്ട് ഹാപ്പൻഡ്? അങ്ങനെ വരുമ്പോൾ അതൊരു എക്സ്ട്രീം പൊസിഷനിലേക്ക് വന്നില്ലേ.
അപ്പോൾ അവിടുത്തെ ആക്സിലറേഷൻ എന്ന് പറയുന്നത് -ω² ആംപ്ലിറ്റ്യൂഡ് ആയിട്ട് മാറിയില്ലേ? അപ്പൊ മാക്സിമം ആക്സിലറേഷൻ അറ്റ് ദ എക്സ്ട്രീം പൊസിഷൻ, മിനിമം വാല്യൂ അറ്റ് ദ മീൻ പൊസിഷൻ. അപ്പോൾ തന്നെ അത് വേരിയബിൾ അല്ലേ? യെസ്. ഇനി ഡയറക്ഷൻ എപ്പോഴും ഒരേ ഡയറക്ഷനിലാണോ? ബോഡി അങ്ങോട്ട് പൊക്കോണ്ടിരിക്കുമ്പോൾ അവൻ ഇങ്ങോട്ടാണ് അല്ലെ? ഇത് നേരെ തിരിച്ച് നമ്മള് എങ്ങോട്ടാണോ ബോഡി മൂവ് ചെയ്യുന്നത് അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ആക്സിലറേഷൻ ആക്ട് ചെയ്യുന്നത്. അങ്ങോട്ട് നോക്കി ഇവിടെ വരുമ്പോൾ ഇങ്ങോട്ട് അല്ലെ? സ്വാഭാവികപരമായിട്ടും വ്യത്യാസം വന്നു കഴിഞ്ഞു. സോ എങ്ങോട്ടാണോ ബോഡി മൂവ് ചെയ്യുന്നത് അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ, അപ്പോ ഡയറക്ഷനും മാഗ്നിറ്റ്യൂഡും കണ്ടിന്യൂസ്ലി ചേഞ്ച് ചെയ്യുന്നു എന്നൊരു കാര്യം. അങ്ങനെ വരുമ്പോൾ ഫോർ 8th ക്വസ്റ്റ്യൻ നമ്മുടെ സെക്കൻഡ് ഓപ്ഷൻ നമുക്ക് കൺസിഡർ ചെയ്യാം. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ നമ്മൾ ഓർക്കണേ, നമ്മുടെ മെയിൻ പൊസിഷൻ എടുക്കുമ്പോൾ അവിടെ വെലോസിറ്റി എന്ന് പറയുന്നത് മാക്സിമം ആണ്, ആക്സിലറേഷൻ എന്ന് പറയുന്നത് നമ്മൾ 0 ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അതേപടി എക്സ്ട്രീം പൊസിഷൻ വരുമ്പോൾ അവിടെ ആക്സിലറേഷൻ എന്ന് പറയുന്നത് മാക്സിമത്തിലേക്ക് വരികയും വെലോസിറ്റി എന്ന് പറയുന്നത് 0 ആക്കി മാറുകയും ചെയ്യും. ഇനി ലിസ്റ്റ് എനി 2 conditions for a motion of a body to be simple harmonic. ഓർക്കണം, that motion of the body must be to and fro. That is very important. And രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് acceleration must be proportional to displacement. വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റ് ആണ്. ആൻഡ് തേർഡ് വെരി ഇമ്പോർട്ടന്റ് പോയിന്റ് എന്ന് പറയുന്നത്, that is a very important another concept എന്ന് പറയുന്നത്, ഈ there should be a negative sign. That means that acceleration should be directed towards the mean position. So എട്ടാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു. Number 9th one. നോക്കിയേ, write the mathematical expression for the period of simple pendulum. So simply we can say as 2 pi into root of L by G. Derive it. We done it. Good. Okay, the next question. The time period of a simple pendulum of length L as measured in a lift descending with an acceleration G by 3. അങ്ങനെയാണെങ്കിൽ ഓർക്കണേ കുഞ്ഞുങ്ങളെ, നമ്മുടെ ലിഫ്റ്റിന്റെ കേസ് വരുമ്പോൾ അവിടുത്തെ ജിക്ക് വ്യത്യാസം വരുന്നു എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട് അല്ലെ? അങ്ങനെ വരുമ്പോൾ അവിടുത്തെ ടൈം പീരീഡ് ജി എഫക്റ്റീവ് ആയിട്ട് മാറുകയാണ്. അപ്പൊ ആ ജി എഫക്റ്റീവ് എന്താണ്? ഇവിടെ ഡൗൺവേർഡ് കേസ് ആയിട്ട് വരുമ്പോൾ ആക്സിലറേഷൻ നമുക്ക് എങ്ങനെ എഴുതണം? ജി മൈനസ് എ. അപ്പൊ മേളിലോട്ട് അപ്വേർഡ് ആയിട്ട് പോയാലോ? ജി പ്ലസ് എ. അപ്പൊ ഇവിടത്തെ എ എത്രയായിട്ടാണ് നമുക്ക് തന്നിരിക്കുക? ജി ബൈ 3. സോ what we can say 2 by 3 g ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ടൈം പീരീഡ് എക്സ്പ്രഷൻ എങ്ങനെ എഴുതാം? that 2 pi into root of L division by 2g by 3. So that is equal to 2 pi into root of 3L division by 2g. So exactly we get the third choice as the answer. അപ്പൊ ഇതൊരു വളരെ ഇമ്പോർട്ടന്റ് ആയ പോയിന്റ് ആണ്. ഇനി ലിഫ്റ്റിന്റെ കേസിൽ അത് ഫ്രീലി ഫോളിംഗ് ആണെങ്കിൽ അതൊരു വളരെ പ്രധാനപ്പെട്ട കേസാണ്. എപ്പോഴും ഓർത്തിരിക്കണേ, അവിടെ ആക്സിലറേഷൻ ജി ആയിട്ട് മാറുകയാണ്. അപ്പോ ജി എഫക്റ്റീവ് എന്ന് പറയുന്നത് ജി മൈനസ് എ ആയിട്ട് മാറും. എന്ന് പറഞ്ഞാൽ ജി മൈനസ് ജി എന്ന് പറഞ്ഞാൽ അത് 0 ആയി മാറും എന്നൊരു കോൺസെപ്റ്റ് മറന്നു പോകരുത്. ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടന്റ്. നമ്പർ 10. ഇവിടെ നോക്കി, a simple pendulum starts with its bob at position x. അപ്പൊ എക്സിൽ എന്നാണ് നമ്മുടെ സ്റ്റാർട്ട്. The bob is pulled aside to y. വൈയിലേക്ക് നമ്മൾ ഒരു വർക്ക് ചെയ്തു അല്ലെ? യെസ്, അവിടെ കൊണ്ടങ്ങ് വെച്ചു. And then released. It swings y to z back to y. എന്നിട്ട് പറയാണ്, take suitable words from the bracket and fill the gaps. Potential, constant, kinetic, different, work, resonance. To move the bow from x to y. So നമ്മൾ ഒരു എക്സ്ട്രാ വർക്ക് ചെയ്യണം അല്ലെ? Yes, so that is simple. So work has to be done it, and its dash energy increases. നമുക്കറിയാം, സ്വാഭാവികപരമായിട്ട് എക്സ്ട്രീം പൊസിഷനിലേക്ക് വരുമ്പോൾ അവന്റെ പൊട്ടൻഷ്യൽ എനർജി എന്ത് ചെയ്യണം? കൂടണം.
as it moves y to x, ആ പൊട്ടൻഷ്യൽ എനർജിയുടെ ഒരു അംശം എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? കൈനറ്റിക് എനർജി ആയിട്ട് മാറും. ആൻഡ് ത്രൂ ഔട്ട് ദ സ്വിംഗ് ഫ്രം y to z and back to y, the total energy is a constant. നമ്മുടെ വർക്ക് പവർ എനർജിയിലെ ഇക്വിലിബ്രിയം കോൺസെപ്റ്റ്, നമ്മുടെ മെക്കാനിക്കൽ എനർജി കൺസർവേഷൻ പറയുന്നിടത്ത് ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് കോട്ട് ചെയ്യാൻ പറ്റും. SHM എന്ന് പറയുന്നതിലെ ടോട്ടൽ എനർജി ഈസ് എ കോൺസ്റ്റന്റ് അറ്റ് എനി പോയിന്റ്. വളരെ പ്രധാനപ്പെട്ട കാര്യം. What is the acceleration of the bob when it is at the x? X എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആക്സിലറേഷൻ ഈസ് മൈനസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു എക്സ് ആണ് അല്ലെ. അപ്പൊ എക്സ് 0 ആകുമ്പോൾ ആക്സിലറേഷൻ നമുക്ക് എന്തായിട്ട് പറയാം? 0 ആയിട്ട് പറയാം. വളരെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 11. The time period of a particle in simple harmonic motion depends on the force constant k and to mass m of the particle. A simple pendulum executes SHM approximately. Why then is the time period of a simple pendulum independent of the mass of the pendulum? So we know the time period is given as 2 pi into root of L by G. So the time period depends on the factors like one, length between the center of the mass and the point of suspension and the effective gravity G. So it does not depend upon mass. അടുത്ത പറയാണ്, a man with a wristwatch on his hand falls from the top of a tower. Does the watch give the correct time during the free fall? അപ്പൊ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട പോയിന്റ്, no, why? നമ്മുടെ wrist band, it is made with, in the normal cases, എന്തൊക്കെ കൊണ്ടായിരിക്കാം? ഒന്നുകിൽ അത് ബാറ്ററി ആയിരിക്കും അല്ലെ, യെസ്. അല്ലെങ്കിലോ സാധാരണ നമുക്ക് കീ കൊടുക്കുന്ന ടൈപ്പ് ഉണ്ടാകാം. അങ്ങനെയാണെങ്കിൽ അത് എന്താണ്? സ്പ്രിങ് കൊണ്ട് ബേസ് ചെയ്യുന്നതായിരിക്കും അല്ലെ. സോ they uses their stored energy. It does not depends upon G. It does not depends upon G. അതുകൊണ്ട് തന്നെ നമുക്കത് കറക്റ്റ് റീഡിങ് നൽകുന്നതായിരിക്കും. It does not depends upon that one. Correct. Does the watch gives the correct? Yes. Not no. Yes, exactly. The watch give the correct reading during the free fall. അപ്പൊ സാധാരണ സിമ്പിൾ പെൻഡുലം ആണെങ്കിൽ അല്ലെങ്കിൽ പെൻഡുലം ക്ലോക്ക് ആണെങ്കിൽ അത് ഡിഫറെന്റ് ആവും. ഇവിടെ എക്സാക്ട്ലി കറക്റ്റ് റീഡിംഗ് ആയിരിക്കും നമുക്ക് നൽകുക. വെരി ഗുഡ്, നല്ല ക്വസ്റ്റ്യൻ. What is the frequency of a simple pendulum mounted in a cabin that is freely falling under gravity? That is a function. അപ്പൊ അവിടെ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു കാര്യം, ടൈം പീരീഡ് എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ എടുക്കാം, 2 pi into root of L by G. അപ്പൊ ഇവിടത്തെ ഡിഫറെന്റ് കേസസ് വരുമ്പോൾ G എന്തായിട്ട് മാറണം? G എഫക്റ്റീവ് ആയിട്ട് മാറണം അല്ലെ. അപ്പോൾ ഫ്രീലി ഫോളിംഗ് ആയിട്ട് വരുമ്പോൾ നമുക്ക് G എഫക്റ്റീവ് എന്തായിട്ട് എടുക്കാം? ഡൗൺവേർഡ് കേസ് വരുമ്പോൾ എന്തുമാത്രം വ്യത്യാസപ്പെടും? G മൈനസ് A ആവും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു G മൈനസ് വാട്ട് ഈസ് A? ആക്സിലറേഷൻ എന്ന് പറയുമ്പോൾ G അല്ലേ. അപ്പൊ സ്വാഭാവികപരമാണ്, കാരണം ഫ്രീലി ഫോളിംഗ് അല്ലേ. അപ്പൊ G എഫക്റ്റീവ് എത്ര ആയിട്ട് പറയാം? 0 ആയിട്ട് പറയാം. അപ്പൊ 2 pi into root of L by 0 ആയിട്ട് നമുക്ക് പറയാം. അങ്ങനെയാണെങ്കിൽ ടൈം പീരീഡ് എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? ഇൻഫിനിറ്റി. നമുക്കിവിടെ വേണ്ടത് ഏതാണ്? ഫ്രീക്വൻസി. ഫ്രീക്വൻസി എന്ന് പറയുന്നത് എന്താണ്? റെസിപ്രോക്കൽ ഓഫ് ടൈം പീരീഡ്. അപ്പൊ 1 by ഇൻഫൈനൈറ്റ് വാല്യൂയിലേക്ക് വരുമ്പോൾ നമുക്ക് ഫ്രീക്വൻസി 0 ആയിട്ട് നമുക്ക് പറയാം. എന്ന് പറഞ്ഞാൽ ആ സിമ്പിൾ പെൻഡുലം അനങ്ങില്ല എന്നാണ്. വെരി ഗുഡ് ക്വസ്റ്റ്യൻ, നല്ല ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 12 ഫ്രം 2013. ഡിയർ സ്റ്റുഡൻസ്, നിങ്ങളെ, എൻ്റെ പേര് സാംസൺ SS എന്നാണ്. ഞാൻ കഴിഞ്ഞ 20 വർഷമായിട്ട് 11ാം ക്ലാസ്സിലെ 12ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ ബോർഡ് പരീക്ഷയ്ക്കും അതോടൊപ്പം എൻട്രൻസ് പരീക്ഷയും പഠിപ്പിക്കുന്നു. ആദ്യമായിട്ട് കാണുന്ന വിദ്യാർത്ഥികൾ ലൈക്ക് ചെയ്യണേ, അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നോക്കൂ, the simple pendulum is an example for a harmonic oscillator. Define simple harmonic motion. You know what it is. നമ്മൾ ഓൾറെഡി പറഞ്ഞു,
യെസ്. ഏതൊക്കെ കേസ് നമ്മൾ പറയേണ്ട വളരെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് എന്ന് പറയുന്നത് കണ്ടീഷൻസ് പറയാൻ വേണ്ടി ഓർക്കുക. എ പാർട്ടിക്കിൾ ഈസ് സെഡ് ടു ബി എസെൻഷ്യൽ ഇഫ് ഇറ്റ് ഡൺ ടു ആൻഡ് ഫ്രം മോഷൻ. And at any point, the force acts on the particle must be directed towards the mean position and also it proportional to the displacement. So, three cases. It must be to and from, and that force must be acting towards the mean position, and that acceleration should be proportional to the displacement. Write the expression for the time period of oscillation of a simple pendulum. A girl is swinging on a swing in the sitting position. Good. Okay. About a sitting position ilana. Yes. About irigia. Good. Another case and the variant. How will the period of swing be affected if she stands? Okay. About stand. Good. Okay. എങ്ങനെ നമുക്ക് പറയാൻ പറ്റും? അപ്പൊ നമ്മുടെ ലെങ്ത് ആണ് തീരുമാനിക്കുന്ന കേസ് അല്ലെ? ഫസ്റ്റ് കേസ് വരുമ്പോൾ ഇതാണ് സെന്റർ എങ്കിൽ സ്വാഭാവികപരമായിട്ടും ലെങ്ത് എന്ന് പറയുന്നത് L1 ഇങ്ങനെ എടുക്കും. അപ്പം എണീക്കുമ്പോ എന്ത് ചെയ്യും? സെന്റർ ഓഫ് മാസ് മേപ്പോട്ട് വരും അല്ലെ? അങ്ങനെ വരുമ്പോ നമുക്ക് L2 ആയിട്ട് നമുക്ക് പറയാം. അപ്പൊ എപ്പോഴും നമുക്കറിയാം ടൈം പീരീഡ് എന്ന് പറയുന്നത് 2π × √L/g എന്നല്ലേ നമുക്ക് പറയാൻ പറ്റൂ. അപ്പൊ ടൈം പീരീഡ് എക്സാക്ട്ലി പ്രൊപ്പോർഷണൽ ടു √L എന്നല്ലേ എന്റെ അർത്ഥം. അപ്പൊ ഇവിടെ എങ്ങനെയാ നമുക്ക് പറയാൻ പറ്റുന്നത്? ടൈം പീരീഡ് പ്രൊപ്പോർഷണൽ ടു √L എന്ന് നമ്മൾ പറയുമ്പോൾ ഇവിടുത്തെ ലെങ്ത് കൂടുതൽ ആർക്കാണ്? സിറ്റിംഗ് പോസ്റ്റിനാണ് അല്ലെ? യെസ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ when she stands up, the length of the pendulum decreases. അതുകൊണ്ട് തന്നെ ടൈം പീരീഡ് എന്ത് ചെയ്യുന്നു? ഡിക്രീസസ് എന്നുള്ള കാര്യം മറന്നു പോകരുത്. ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കേസാണ്. സോ ദാറ്റ് ഈസ് എ ക്വസ്റ്റ്യൻ നമ്പർ 12. The next one, number 13. The motion is represented by the equation as y is equal to a cos omega t plus 5. It's called a simple harmonic motion. Which one of the following examples closely represent SHM? Substantiate your answer. The rotation of the earth about its axis. It is not a simple harmonic. Oscillation of a swing. അപ്പോൾ നമുക്കറിയാം it may be horizontal pendulum or നമ്മുടെ vertical pendulum നമ്മളൊന്ന് കൺസിഡർ ചെയ്താൽ ഇതിനെ മെയിൻ പൊസിഷനിലായിട്ട് എടുക്കുകയാണെങ്കിൽ അപ്പൊ നമ്മളൊരു ചെറിയൊരു എക്സ്റ്റൻഷൻ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് അണ്ടർ യെസ് അബൌട്ട് ദ മെയിൻ പൊസിഷൻ ടു ആൻഡ് ഫ്രം മോഷൻ നടക്കുന്നത് കൊണ്ട് അവനെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് കരുതാം. അടുത്ത കേസ് എന്താണ് പറയുന്നത്? എ വൈബ്രേറ്റിംഗ് സിമ്പിൾ പെൻഡുലം of period t is placed in a lift which is accelerating downward. What is the effect of this on the time period of the pendulum? അപ്പൊ നമ്മുടെ മനസ്സിലേക്ക് വരണം, സാധാരണ കേസിൽ t is equal to 2π × √L/g എന്നല്ലേ നമ്മൾ പറയാ. അപ്പൊ ആക്സിലറേറ്റിംഗ് ഡൗൺവേർഡ് ആയിട്ട് വരുമ്പോൾ ഏത് പാരാമീറ്ററിനാണ് വ്യത്യാസം വരുന്നേ? g become g effective ആവുകയാണ് അല്ലെ? അപ്പൊ ആ g effective ഡൗൺവേർഡ് ആയിട്ട് വരുമ്പോൾ എന്തായിട്ടാ മാറുന്നേ? g-a ആയിട്ട് മാറും അല്ലെ? അപ്പൊ നമുക്ക് എന്താ സംഭവിക്കുന്നേ? അവിടെ ഡിനോമിനേറ്ററിലെ കുറവ് വരികയാണ് അല്ലെ? അപ്പൊ ടൈം പീരീഡ് എന്ന് പറയുന്നത് യെസ് ഇൻക്രീസ് ചെയ്യുന്നു. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, ശ്രദ്ധിച്ച് നോക്കിയേ. The displacement of y of an oscillating particle varies with the time t according to the equation. It is given as y is equal to 2 cos 0.5 pi t plus pi by 3. Find the amplitude. അപ്പൊ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇതല്ലേ നമ്മുടെ ജനറൽ റിലേഷൻ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് വളരെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് അല്ലെ? അപ്പൊ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് നമുക്ക് 2 യൂണിറ്റ്, ഇവിടെ സെന്റിമീറ്റർ ആയതുകൊണ്ട് നമുക്ക് 2 സെന്റിമീറ്റർ ആയിട്ട് നമുക്ക് പറയാം. ഇനി നമുക്ക് വേണ്ടത് പീരീഡ് ആണ് അല്ലെ? അപ്പൊ അത് ആരുമായിട്ടാണ് റിലേറ്റ് ചെയ്യുന്നത്? ഒമേഗയുമായിട്ട് അല്ലെ? ഒമേഗയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടത്തെ ടേം എത്രയായിട്ടാ തന്നിരിക്കുന്നത്? 0.5 പൈ അല്ലെ? അപ്പൊ ഓർക്കണേ, ആ ബ്രാക്കറ്റിന് പുറത്ത് ഏതെങ്കിലും കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടോ എന്ന് ഒന്ന് ശ്രദ്ധിച്ചോണേ. അപ്പൊ നമുക്ക് ഒമേഗയ്ക്ക് പകരമായിട്ട് 0.5 പൈ അല്ലെ?
അത് എത്രയാണ് ടൈം പീരീഡുമായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുക? 2π/t അല്ലേ? പൈ ക്യാൻസൽ ആയില്ലേ? അങ്ങനെയാണെങ്കിൽ ടൈം പീരീഡ് എന്ന് പറയുന്നത് 2 ഡിവിഷൻ ബൈ 0.5 ആയിട്ട് എടുക്കാം. ദാറ്റ് ഈസ് 2 × 2 4 സെക്കൻഡ് ആയിട്ട് നമുക്ക് പറയാം. കേട്ടോ, വളരെ ഈസി ഉള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ചെയ്തു വന്നപ്പോൾ 100% ക്വസ്റ്റ്യനും നമുക്ക് ചെയ്യാനുള്ള എല്ലാ എനർജിയും നമുക്ക് കിട്ടിക്കഴിഞ്ഞു. റെപ്രസെന്റ് സിമ്പിൾ ഹാർമോണിക് മോഷൻ ഗ്രാഫിക്കലി. നമുക്ക് അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് ആണ് നമ്മൾ വിത്ത് റെസ്പെക്ട് ടു ടൈം നമ്മൾ റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം. ഗുഡ്. അടുത്ത, വാട്ട് ഈസ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ റെപ്രസെന്റിങ് സിമ്പിൾ ഹാർമോണിക് മോഷൻ? സിമ്പിൾ ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ d²x/dt² പ്ലസ് ω²x = 0. ഇതാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ടു റെപ്രസെന്റ്. അപ്പൊ അവിടെ x എന്ന് പറയുന്നത് ഈസ് നത്തിങ് ബട്ട് ദ ഡിസ്പ്ലേസ്മെന്റ് ഫ്രം ദ മീൻ പൊസിഷൻ അറ്റ് എനി ടൈം t. അപ്പോൾ അതുമായിട്ടുള്ള റിലേഷൻ ആണ് ഇവിടെ നമ്മൾ പറയാം. വാട്ട് അബൌട്ട് ദ സി? നെയിം 2 examples for simple harmonic motion. So നമുക്ക് എന്ത് പറയാം? ഫസ്റ്റ് വൺ ആസ് എ സിമ്പിൾ പെൻഡുലം. നമുക്കൊരു ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് യെസ് സ്പ്രിംഗ് പെൻഡുലം ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ നമ്മള് 14th ക്വസ്റ്റ്യൻ വരെയായി അല്ലെ? അപ്പൊ 2012 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആയി. സോ വി ക്യാൻ ഗോ വിത്ത് 2012 മാർച്ച് ക്വസ്റ്റ്യൻ. ഓക്കെ, ഓസിലേഷൻ ഓഫ് എ ലോഡഡ് സ്പ്രിംഗ് or simple harmonic motion. What do you mean by simple harmonic motion? Already we know. Derive and expression for period of oscillation of a loaded spring. So നമുക്ക് അതിന്റെ ടൈം പീരീഡ് നിങ്ങളുടെ കൈകളിലേക്ക് തരാം. നമ്മുടെ ഈ ഒരു പരീക്ഷയ്ക്ക് ആ സിലബസുമായിട്ട് അതിനകത്ത് റിലേഷൻ അല്ല, അതുകൊണ്ട് we can discuss it in another class. So t is equal to 2π × m/k. C ഇവിടെ പറയുന്നത് നോക്കൂ. A body oscillate with SHM is given by x is equal to 5 cos 2πt plus π/4 അല്ലെ? അപ്പൊ നമ്മുടെ സമയം അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. എത്രയായിട്ടാ ഇവിടത്തെ പറയുന്നത്? ഡിസ്പ്ലേസ്മെന്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലെ? അറ്റ് ടൈം t is equal to 1.5. So 3/2 plus 5/4. So that is equal to 5 cos 3π. ആ 3π ഒന്ന് സൂക്ഷിച്ചു നോക്കിയേ. യെസ്, that is a very important one. അപ്പോ 3π 2π plus π, അപ്പൊ 180 ഡിഗ്രി അല്ലെ? സോ എപ്പോഴും ഓർത്തിരിക്കുക, that is a very important one. അപ്പം ഇൻ എഫക്റ്റ് വരുമ്പോ 180 ഡിഗ്രി പ്ലസ് തീറ്റ. 180 ഡിഗ്രി എന്ന് പറയുമ്പോ നമ്മുടെ ക്വാഡ്രന്റ് ഏതായിട്ടാ വരുന്നത്? ഓൾ സിൽവർ ടീക്കറ്റ്സ്. സോ നമ്മുടെ തേർഡ് ക്വാഡ്രന്റ് ആയിട്ട് വരും അല്ലെ? അവിടെ കോസ് എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ് അല്ലെ? അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് എക്സാക്ട്ലി നമുക്ക് എന്ത് വാല്യൂ ആയിട്ട് എടുക്കാം? 45 ഡിഗ്രി. 45 ഡിഗ്രിയുടെ വാല്യൂ എന്ന് പറയുന്നത് 5/√2 ആയിട്ട് നമുക്ക് പറയാം. പക്ഷെ മൈനസ് സൈൻ കൂടെ ഉണ്ട്, മറന്നു പോകരുത്. സോ -5/√2 യൂണിറ്റ്സ് എന്ന് നമുക്ക് കൺസിഡർ ചെയ്യാം. സോ ദാറ്റ് ഈസ് ദ ഡിസ്പ്ലേസ്മെന്റ്. മേ ബി ഇൻ സെന്റിമീറ്റർ ഓർ മീറ്റർ, അത് നമുക്ക് ഇതിനകത്ത് കൃത്യമായിട്ട് തന്നില്ല, അതുകൊണ്ട് നമ്മൾ യൂണിറ്റ്സ് ആയിട്ട് നമുക്ക് പറയാം. ലുക്ക് ദ ക്വസ്റ്റ്യൻ നമ്പർ 16 from 2011. A simple pendulum is an object suspended by a weightless, inextensible string fixed rigidly to a support. Under what conditions for the amplitude are the oscillations of the pendulum simple harmonic? അപ്പം അതിനകത്ത് നമ്മൾ പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡ് എന്തായിരിക്കണം? ഇറ്റ് മസ്റ്റ് ബി സ്മോൾ ആയിരിക്കണം. എങ്കിൽ മാത്രമേ അതിനെ നമുക്ക് സിമ്പിൾ ഹാർമോണിക് മോഷൻ ആയിട്ട് പറയാൻ പറ്റും. അടുത്ത കേസ് എന്താ പറയുന്നത്? സെക്കൻഡ് വൺ. The period of oscillation of the pendulum is t. So, okay, that is nothing but equal to 2π √L/g. What will be the period if the pendulum is suspended in a lift moving down with an acceleration is equal to g/3?
അപ്പോ അവിടുത്തെ ജി എഫക്റ്റീവ് എന്ന് പറയുന്നത് ജി മൈനസ് എ ആയിട്ട് മാറുകയാണ്. എന്ന് പറഞ്ഞാൽ അത് ജി മൈനസ് ജി ബൈ 3 ആയി. എന്ന് പറഞ്ഞാൽ അത് 2/3 ജി ആയിട്ട് മാറി. അങ്ങനെയാണെങ്കിൽ ടൈം പീരീഡ് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ പറയാം? 2π into root of L division by G dash. G dash is what? 2G by 3. So that is the answer. So നമ്മള് 16 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ ചാപ്റ്ററിന് വേണ്ടി നമ്മൾ ഡിസ്കസ് ചെയ്തത്. അത് റിയലി നിങ്ങളുടെ ബോർഡ് പരീക്ഷയ്ക്ക് ഉപകാരപ്രദമായിരിക്കും. സോ ഡിയർ സ്റ്റുഡൻസ്, ആദ്യമായിട്ട് കാണുന്ന വിദ്യാർത്ഥികള് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനിയുള്ള നിങ്ങളുടെ +2 പഠനകാലത്ത് SS ഫിസിക്സ് ക്ലാസ്സിന്റെ ഒരു കോൺട്രിബ്യൂഷൻ കൂടെ ഉണ്ടാകും. പ്ലീസ് ഷെയർ ടു യുവർ ഫ്രണ്ട്സ് ഓൾസോ. ടേക്ക് കെയർ. ഗോഡ് ബ്ലസ് യു. താങ്ക് യു.